ഒരുപാട് ആളുകൾക്ക് സ്ത്രീകളെ ഇഷ്ടമല്ല. ഇപ്പോൾ പബ്ലിക് സ്പേസസിലേക്ക് ഇരുന്ന് സ്ത്രീകളെ ഇങ്ങനെ ചീത്ത പറയും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കുഴപ്പമാണ്. കാരണം ഇന്ത്യ ചീത്ത പറയും, അങ്ങനെ പറയും, ഇങ്ങനെ പറയും. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഹൈക്കോടതിൻ്റെ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒരു IT പയ്യൻ ആത്മഹത്യ ചെയ്തല്ലേ. ആ കേസൊക്കെ വന്നപ്പോൾ കോടതിയും ഒക്കെ കുറച്ച് നിയമം ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ സ്ത്രീ പക്ഷത്തുണ്ട്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് സ്ത്രീകളെ ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ ഡിവൈഡ് ഭയങ്കരമായിട്ട് കൂടും, ആണും പെണ്ണും നമ്മൾ. അത് ഒരു നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നതിന് കുറച്ച് തടസ്സം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ അത് അങ്ങനെ ആവരുത് എന്ന് വെച്ച് ഏതെങ്കിലും നിലയ്ക്ക് ഞാനിത് പറയുന്നത് ഏതെങ്കിലും നിലയ്ക്കുള്ള ഒരു അനാവശ്യം അല്ലെങ്കിൽ ഒരു നമ്മളുടെ പേരിലുള്ള ഉപദ്രവത്തിനെ സ്വീകരിക്കണമെന്നോ എടുക്കണമെന്നുള്ള അർത്ഥത്തിലല്ല, ഒരിക്കലുമല്ല. നമ്മൾ ഒരു അബ്യൂസും എടുക്കേണ്ട ആവശ്യമില്ല, ഒരു കാര്യം എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ നമ്മൾ റെസിസ്റ്റ് ചെയ്യണം, അവിടെ നിർത്തണം. വി ഹാവ് പഴയ കാലമേ അല്ല, ഞങ്ങളൊന്നും ജീവിച്ചിരുന്ന കാലമല്ല, നിയമത്തിൻ്റെ അതിശക്തമായ പിൻബലം നമുക്കുണ്ട്. നോക്കിയാൽ ഞങ്ങളൊക്കെ താമസിക്കുമ്പോൾ ഞങ്ങളൊക്കെ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ പോലും അവിടെ നിയമമൊന്നും ആരും എടുക്കില്ല. റേപ്പ് ആര് പറഞ്ഞു റേപ്പാണെന്ന്, അതിൻ്റെ പെനിട്രേഷൻ തെളിയിക്കുക, അത് തെളിയിക്കുക, ഇത് തെളിയിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള എന്തെല്ലാം തരം കാര്യങ്ങളിലൂടെ കടന്നു പോകണം. ഇപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഒരു ഒരു സ്ത്രീകൾ പറഞ്ഞാൽ മതി ഇവരെന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ആ നിമിഷം തന്നെ ഹീസ് എ കൾപ്രിറ്റ്. നിയമം പറയുന്നതിന് മുമ്പ്, കോടതി പറയുന്നതിന് മുമ്പ് അയാളെ കുറ്റക്കാരനാക്കുന്ന സമൂഹം തന്നെയാണ് നമുക്കിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനെയും വളരെ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ വെച്ചില്ലെങ്കിൽ ഈ സൊസൈറ്റിയിൽ ഡിവൈഡ് ഭയങ്കര വ്യത്യാസം വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമുക്ക് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് വെച്ചാൽ ഹൗ ടു മേക്ക് എ മാൻ നോട്ടീസ് മീ. എങ്ങനെയാണ് ഫ്ലേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നെ ശ്രദ്ധിപ്പിക്കപ്പെടേണ്ടത്, എങ്ങനെയാണ് ഫ്ലേർട്ട് ചെയ്യാനായിട്ട് അവരുടെ. ഇപ്പം ഈ കൺസെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ സ്ത്രീകൾ ഇത് അനുഭവിച്ചിട്ടേ ഇല്ല. ചുമ്മാ നിന്നാലും വെറുതെ നിന്നാലും ആരെങ്കിലും ഒരാൾ നോട്ടീസ് ചെയ്യുന്ന അവസ്ഥയാണ് എല്ലാ സ്ത്രീകൾക്കും കേരളത്തിലുള്ളത്. നമ്മളിത് എങ്ങനെ ഒഴിവാക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇവന്മാരെ ഒന്ന് ശല്യം ഇതാ വരുന്നു, എങ്ങനെ ഇവരെ ഉപദ്രവം മാറ്റാം എന്നുള്ളതാണ്. കുറേ നാൾ കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കട്ടാവും. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെ എന്നെ ഒന്ന് ശ്രദ്ധിപ്പിക്കപ്പെടാം, എങ്ങനെയാണ് ഹൗ ടു ഗെറ്റ് ഇൻ ടു ദി റിലേഷൻഷിപ്പ് എന്നൊക്കെയാണ് സൈക്കോളജിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ആർട്ടിക്കിൾസൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്ന നാളെ മറ്റന്നാളെ കുറിച്ചല്ല, മേ ബി ഒരു 10 years later ഈ ഡിവൈഡ് ഭയങ്കര വലുതാവും. പക്ഷേ സിനിമയിൽ ഇപ്പോൾ ഇത് ഓൾറെഡി കണ്ടു തുടങ്ങിയില്ലേ? ഇപ്പോൾ ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും ഒന്നും ഫീമെയിൽ അധികം ലീഡ് റോൾസ് ഉള്ള ആൾക്കാരെ വേണ്ട. ലീഡ് റോൾസ് ഒന്നല്ല, സിനിമയിൽ ആ പെണ്ണുങ്ങളെ വേണ്ട. കമ്പനീസിൽ സ്ത്രീകളെ എടുക്കുന്നില്ല. എങ്ങനെ ഒഴിവാക്കാം ജോലിയിൽ നിന്നാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പ്രശ്നം സ്ത്രീകളുടെ ആണോ അതോ ഒരു ഭയമാണ്? സ്ത്രീകളുടെയും പ്രശ്നമല്ല, ആണുങ്ങളുടെയും പ്രശ്നമല്ല. ഞാൻ അതാ പറഞ്ഞത്. ഇത് പണ്ട് നമുക്ക് ആണുങ്ങളെ പേടിയായിരുന്നു. ആണുങ്ങളുള്ളത് കൊണ്ട് നമ്മൾ സിനിമയിലൊന്നും വന്നില്ല, അല്ലെങ്കിൽ പൊതു പേട്രിയാർക്കൽ സൊസൈറ്റിയുടെ അതിക്രമങ്ങളിലേക്ക് നമ്മൾ കടന്നെല്ലാം നമ്മൾ ഭയപ്പെട്ടിരുന്നു. കാരണം പുരുഷന്മാരെ പേടിയായിരുന്നു. ഇപ്പോൾ അവർ തിരിച്ച് സ്ത്രീകളെ എതിർക്കുകയാണ്. ബിക്കോസ് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവരനുഭവിക്കുന്നു എന്ന് അവർ വിചാരിക്കും. ഇപ്പോൾ ചെറുപ്പത്തിലും ഈ കോളേജ് ഇയേഴ്സിലും പല വഴികളുണ്ടായിരുന്നു. റൈറ്ററാകായിരുന്നു, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ, ആ ഒരു ഇതിൽ പോകായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അതൊന്നും വേണ്ടെന്ന്? എനിക്കൊന്നും പൊളിറ്റിക്സ് പറ്റത്തില്ല. ഞാൻ ഭയങ്കര ടൂ സെൻസിറ്റീവ് ടു ബി എ പൊളിറ്റീഷ്യൻ. ഭയങ്കര സെൻസിറ്റീവ്. ഇപ്പം SFI ആയിരുന്നു. ഞാൻ SFI പാനൽ ആദ്യമായിട്ട് വിമൻസ് കോളേജിൽ SFI പാനൽ മത്സരിക്കുന്ന എൻ്റെ വർഷമാണ് 1989. അതിന് മുമ്പ് ഒരു SFI പാനലില്ലായിരുന്നു. പാനൽ രാഷ്ട്രീയ ഞാൻ 89 അവിടെ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു. പക്ഷെ ആ സമയത്ത് പാനലില്ല. SFI സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ പറയാം എന്നല്ലാതെ വെളിയിൽ പറയാതെയാണ്. പാനൽ മത്സരിക്കുന്ന എൻ്റെ വർഷം 1989. ഞാൻ ചെയർപേഴ്സണാണ്. പക്ഷെ ആ വർഷം തന്നെ SFIക്കാരുമായിട്ട് വഴക്കിട്ട് പ്രേമം എന്നൊക്കെ പറഞ്ഞ് കല്യാണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായി. നാട്ടുകാർ പറഞ്ഞുണ്ടാക്കി ഞാൻ സച്ചിന് പ്രേമമാണെന്ന്. 90s അതിൻ്റെ വാശിക്ക് കല്യാണം കഴിച്ച് അങ്ങനെ ഇങ്ങനെ ടൂ സെൻസിറ്റീവാണ് ഞാൻ. ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടി ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയമൊന്നും ഒരിക്കലും പറ്റുകയില്ല. എന്തെങ്കിലും ചെറിയ കാര്യത്തിൽ ഭയങ്കരമായിട്ട് രീതിയിലാണോ സെൻസിറ്റിവിറ്റി വരുന്നത്?
അതായത് ഇപ്പൊ എക്സാം എഴുതാതിരിക്കുക അല്ലെങ്കിൽ ആദ്യം സങ്കടം വരും, പിന്നെ വാശി വരും. ആദ്യം സങ്കടം വന്നിട്ട് ഞാൻ കരച്ചിൽ പിടിച്ചിട്ടൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വാശി വരും. അത് ചിലപ്പോൾ അത് സ്വന്തമായിട്ട് തോറ്റുപോകുന്നതായിരിക്കും, പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ അങ്ങനെ പെരുമാറിക്കളയും. അപ്പൊ എങ്ങനെ ഈ ഒരു സ്വഭാവം സിനിമ ഇൻഡസ്ട്രിയിൽ എങ്ങനെ വെക്കാം? സിനിമ ഇൻഡസ്ട്രിയിൽ ഇതെല്ലാം എന്നെ ഞാൻ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ നല്ലതായിട്ട് വഴക്കുണ്ടാക്കും. വെളിയിലിപ്പം മീഡിയയിലൊക്കെ ഒന്നും പറയത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നല്ലതായിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരാളാണ്. വഴക്കുണ്ടാക്കുന്ന പക്ഷെ സിനിമയിൽ ഒരു റിലേറ്റീവ്ലി ഇപ്പോൾ മറ്റേ എന്താ 15-20 സംതിങ് ഇയേഴ്സ് ആയിട്ട് ഇപ്പൊ സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്. ഞാൻ ആണോ 97 കൂട്ടണ്ട. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് 98 ഞാൻ തലപ്പാവ് മാത്രമേ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് 99 തൊട്ടാണ് കുറച്ച് റെഗുലറായിട്ട് സിനിമ ചെയ്തത്. അല്ല 99 അല്ല 2009 തൊട്ടാണ് റെഗുലറായിട്ട് ചെയ്തത്. 16 years ആയിട്ട്. അപ്പൊ എന്തൊക്കെയാണ് ഒരു എവല്യൂഷൻ കണ്ടത് സിനിമയിൽ? സിനിമ ഞങ്ങൾ കയറുമ്പോൾ അത്ര സേഫ് സ്പേസ് ആയിരുന്നില്ല. സിനിമയിൽ ഞങ്ങൾ അഭിനയിക്കാൻ വരുന്ന കാലത്ത് കുറച്ച് കെയർഫുള്ളായിട്ട് തന്നെ സിനിമയിൽ നിൽക്കേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇന്ന് സിനിമ മാറി. ഈ നടിയെ ആക്രമിക്കുന്ന കേസും WCCയുടെ വരവും ഹേമ കമ്മിറ്റിയും സോഷ്യൽ മീഡിയയുടെ വരവും എല്ലാം കൂടെ ചേർന്നിട്ട് മീഡിയയുടെ ഒരു അപ്പഹാനം കൊണ്ട് സിനിമ ഇപ്പോൾ ഐ വുഡ് സേ ഇറ്റ്സ് മച്ച് ബെറ്റർ. പബ്ലിക്കായിട്ടൊന്നും ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സിനിമയിൽ. എല്ലായിടത്തും IC ഉണ്ട്. പേടിയാണ്. ഇപ്പോൾ ഇൻഡസ്ട്രി നന്നായിട്ട് ഭയന്നിട്ടുണ്ട്. സ്ത്രീകളെ ഒന്നും അറ്റാക്ക് ചെയ്യാനോ പറയാനോ ഒന്നും ധൈര്യം ഇപ്പോൾ ഇല്ല. പക്ഷേ ഈ ഫിലിംസിന്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ അന്നത്തെ കാലത്ത് കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആയി ഈ ടൈമില്. പക്ഷേ മറ്റേ ഫിലിം റേഞ്ചും ഫിലിം സ്റ്റോറീസും പണ്ട് കുറച്ചും കൂടെ പുസ്തകങ്ങളെയൊക്കെ ബേസ് ചെയ്തിട്ട് പാൽക്കൂട്ടത്തിൽ തനിയെ പോലെയുള്ള MGയുടെ സ്ക്രിപ്റ്റുകളും ഒക്കെ വെച്ചിട്ടൊക്കെ സിനിമകൾ വന്നിട്ടുണ്ടല്ലോ. ഇന്ന് മറ്റൊരു തരം കഥയാണ് പറയുന്നത്. പക്ഷേ ഈ ഇറ്റ് ക്യാൻ ബി വെരി കോൺട്രവേഴ്ഷ്യൽ. പക്ഷെ എന്നാലും നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ സെക്സും അല്ലെങ്കിൽ പ്രണയവും ഒക്കെ കുറയ്ക്കുമ്പോൾ വയലൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൂടുന്നുണ്ട് സിനിമയിൽ. ദാറ്റ് ഈസ് സംതിങ്. ഇത് സംഭവിക്കും. കാരണം നമ്മൾ മനസ്സും ശരീരവും ഒക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ സിനിമ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ടൂ സ്ട്രിക്റ്റ് ആണ് സിനിമയിൽ. ഒരു നർമ്മം പോലും പീഡനമാണ്. എനിക്ക് തന്നെ കുഴി തോണ്ടുന്നത് കണ്ടോ? അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ സിനിമയിൽ ഇപ്പോൾ കൂടുതലും മനുഷ്യരുടെ മനസ്സും അങ്ങനെയാണ്. മനുഷ്യർ പ്രേമിക്കുന്ന മനുഷ്യനെ സൈക്കോളജി പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ഭയങ്കര വയലൻസും ദേഷ്യവും ഒക്കെ കാണിക്കുന്നത് നല്ലൊരു പ്രേമം കിട്ടിക്കഴിഞ്ഞാൽ ശാന്തരായിരിക്കും. ഒന്നും വേണമെന്നില്ല, ഹാപ്പിയാണ്. ഞാനിപ്പോൾ ഭയങ്കര പീസ്ഫുള്ളാണ്. ഇത് മനുഷ്യൻ്റെ മനസ്സാണ് അങ്ങനെ. അപ്പോൾ ഇത് നമ്മൾ ടൂ മച്ച് ഒരു സദാചാര ബോധമുണ്ട് നമുക്കിപ്പം. പീഡനം എന്താ, നർമ്മം ഏതാ, സൗഹൃദം ഏതാ, ഇതെല്ലാം കൺഫ്യൂസ്ഡ് ആയിപ്പോയി. നമ്മളെല്ലാം ഈ ഇണപിരിഞ്ഞ് കിടക്കുന്ന എല്ലാം കൂടി ഇങ്ങനെ എല്ലാം കൂടെ ബീറ്റ് ചെയ്ത് ഒരു ഒറ്റ ഇതായിട്ടിരിക്കുവാണ്. അന്നത്തെ കാലത്ത് ഇന്ന് കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആയതാണ്. അന്നത്രയും പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്, ഇതും പെർഫെക്റ്റ് അല്ലെന്നാണ് ഞാൻ പറയുന്നത്. യു ഹാവ് ടു മൂവ് ഓൺ. കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവും. പണ്ട് ഭയങ്കര നല്ലതൊന്നും ആയിരുന്നില്ല. പണ്ടെന്ന് വെച്ചാൽ ഒരു കൺസെൻറ്റും ചോദിക്കുമല്ലോ, ആൾക്കാരുടെ പുറത്തോട്ട് ഉപദ്രവിക്കുന്ന, ദാറ്റ് വാസ് നോട്ട് ഗുഡ്. ഇന്നും ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. യു ഹാവ് ടു മൂവ് ഓൺ. കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി എല്ലാവർക്കും വരേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ എവിടെയാണ് വെയർ ടു സ്റ്റാർട്ട്, വെയർ ടു ലീവ്. ഈ ഒരു മനുഷ്യർ തമ്മിലുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനകത്ത് എവിടെ ഏത് എങ്ങനെ എന്നൊക്കെ ഉള്ളത് ഇനിയും ക്ലാരിറ്റി നമ്മുടെ സമൂഹത്തിൽ വരാനുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നും ശരിയല്ല, ഇന്നലെയും ശരിയല്ലായിരുന്നു. പക്ഷെ നമ്മളതിൻ്റെ കറക്റ്റ് വഴിയിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഐ ഓൾവേസ് ഫീൽ ഒരു സൗഹൃദമൊന്നും ഇല്ലാതായി പോകാൻ പാടില്ല. എന്ത് കാര്യം വന്നാലും ആ ഒരു തിൻ ത്രെഡിൽ പീഡനം നിൽക്കുന്ന സമയത്ത്